ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ചും ധർണയും നടത്തി. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ LIC ഓഫീസിന് മുന്നിലായിരുന്നു ധർണ നടത്തിയത്. ദേശീയപാത 66 നവീകരണവുമായി ബന്ധപ്പെട്ട കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ സമരം ഉദ്ഘാടനം ചെയ്തു. നടന്നു പോകാൻ കഴിയില്ല, റോഡ് നടന്നു പോകാനുള്ള സൗകര്യം കൂടി ഇല്ലാതാക്കിയിട്ടാണ് നമ്മൾ ദേശീയപാത വികസിപ്പിക്കുന്നത്. ദേശീയപാത വികസിപ്പിക്കേണ്ടെന്നല്ല, ഇപ്പൊ ജീവിക്കുന്നവർക്കും ജീവിക്കണമല്ലോ. അതാണ് അരൂർ രാസമരത്തിൽ ഞാൻ പങ്കെടുത്താണ്. ഇപ്പൊ വികസിച്ച് വരുമ്പോ നാളെ വരുമായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇന്ന് ഇത്രയധികം ലക്ഷക്കണക്കിന് വാഹനങ്ങൾ എത്ര സമയമെടുത്തിട്ടാണ് നമ്മുടെ റോഡിൽ കൂടെ പോകുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിലൊരു ദേശീയപാതയോ എന്ത് വികസന പദ്ധതി വരുമ്പോഴും കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ പരിഗണിക്കാതെ നിങ്ങൾക്കൊരു വികസനം കൊണ്ടുവരാൻ പറ്റില്ല. ഇതിനു മുന്നോടിയായി ഷഹീദാർ മസ്ജിദ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ദേശീയപാത വഴി LIC ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്നാണ് ധർണ നടന്നത്. സമരസമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് ആയിരത്ത് അധ്യക്ഷത വഹിച്ചു. ദിനേശ് ചന്ദന, അഡ്വക്കേറ്റ് ഫർസാന ഹബീബ്, K പുഷ്പദാസ്, നവാസ് മുണ്ടകത്തിൽ, ഷീജ റഷീദ, സുനിൽ കൊപ്പാറേത്ത, TP അനിൽകുമാർ, A ഇർഷാദ, പാലമുറ്റത്ത് വിജയകുമാർ, A ത്വാഹ മൗലവി, അഡ്വക്കേറ്റ് O ഹാരിസ്, അരിത ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.